അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാചകനായി യേശയ്യാവിന്റെ നാവിൽ തീക്കനൽ വെച്ചെങ്കിൽ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ നോക്കുമ്പോൾ യിരെമ്യാവിന്റെ നാവിനെ തൊടുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം യിരെമ്യാവിനെ തൊട്ടത് എന്തിനാണ്? യിരെമ്യാവ് എന്ന മനുഷ്യൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു. യിരെമ്യാവിനോട് ദൈവം പോകാൻ പറഞ്ഞപ്പോൾ യിരെമ്യാവ് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഞാൻ ബാലനാണ്, എനിക്ക് സംസാരശേഷിയില്ല, നന്നായി സംസാരിക്കാൻ എനിക്കറിയില്ല, എനിക്ക് അറിവും ജ്ഞാനവും ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, ഞാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ വിളിച്ചെങ്കിൽ നീ എൻ്റെ വിളിക്ക് ഉത്തരം തന്നാൽ മതി. കർത്താവ് എന്ത് ചെയ്തു? അവന്റെ നാവിലേക്ക് കർത്താവിന്റെ കരം വെച്ചു. കർത്താവ് അവന്റെ നാവിൽ കരം വെച്ചിട്ട് അവനെ തൊട്ടു. പിന്നെ യഹോവ കൈനീട്ടി അവന്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. വായിൽ എന്തിനാ തൊട്ടത്? വചനങ്ങൾ തരാൻ. ഈ വചനം കിട്ടിയപ്പോൾ വചനം ദൈവം തരുന്നത് എന്തിനാണെന്ന് താഴോട്ടുള്ള വചനഭാഗം കൂടെ നമ്മൾ പഠിക്കണം. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജാക്കന്മാരുടെ മേലും ആക്കി വച്ചിരിക്കുന്നു, രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു. കണ്ടോ, ദൈവം വചനം തരുന്നത് വെറുതെ അല്ല പ്രിയമുള്ളവരെ. ജീവിതത്തിലെ ചില മേഖലകളിൽ മല പോലെ ഇരിക്കുന്ന, നമ്മൾ മാറ്റിയേല എന്ന് പറയപ്പെടുന്ന, നമ്മൾ നമ്മുടേതായ സ്വാർത്ഥതകളും നമ്മുടേതായ കാഴ്ചപ്പാടുകളും നമ്മുടേതായ വിശ്വാസങ്ങളെയും നമ്മുടേതായ പ്രവൃത്തികളെയൊക്കെ പിടിച്ചു വച്ചിട്ടുള്ളത് ദൈവിക വചനം നമ്മുടെ നാവിലേക്ക് വെളിപ്പെട്ടാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തകർന്നു കളയുവാൻ ദൈവം ഇടയാക്കും. ദൈവം നമ്മളെ എന്തിനാ പണിയുന്നതെന്നറിയാവോ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള, ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ള ഒരു ദൈവമകനാക്കിയ പണിയുന്നത്. അതിന് കർത്താവ് വചനത്തിൽ കൊടുക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട്, ചില ഉപമകളുണ്ട്. യേശു പറയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. എന്നീ കായ്ക്കാത്ത കമ്പുകളൊക്കെയും ഞാൻ വെട്ടി തീയിലെറിയപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ശുദ്ധീകരിക്കപ്പെടുന്ന ദൈവിക വചനമാണ് നമ്മുടെ നാവിൽ തന്നത്. ഒരു മുന്തിരിച്ചെടിയുടെ ഒരു ശാഖയായിരിക്കുന്ന നമ്മെ വെട്ടിയൊരുക്കുക എന്ന ഒരു ലക്ഷ്യം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. കായ്ക്കാത്ത കൊമ്പുകളൊക്കെ വെട്ടിക്കളയും. എങ്ങനെ? ദൈവിക വചനം കൊണ്ട്. അതുകൊണ്ടാണ് വചനം ഇരുതല വാളാണെന്ന് പറഞ്ഞത്. ഈ വചന ഹൃദയത്തിന്റെ അകത്തേക്ക് തുളച്ചു കയറുമെന്ന് പറഞ്ഞത്. ഇത് തെറ്റുതിരുത്തിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനുമാണ് ഈ വചനം ഉപകരിക്കുന്നതെന്ന് പറഞ്ഞത്. ഈ വചനത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കണം. യിരെമ്യാവ് ഈ വചനം മൂലമാണ് അവിടുന്ന് പണിയുവാനും ശുദ്ധീകരിക്കുവാനും പൊളിച്ചു കളയുവാനും നട്ടുവളർത്തുവാനും ദൈവം ഒരുക്കിയെങ്കിൽ, ഇന്ന് നമ്മളെ ദൈവം ഒരുക്കിയത അവന്റെ സ്വർഗീയ തോട്ടത്തിന്റെ അകത്ത്, സഭയ്ക്കകത്ത് ദൈവമകനും മകളുമാക്കിയ ഒരുക്കിയത്. എന്തിനാ? നമ്മളിൽ കായ്ക്കാത്ത ചില കമ്പുകളൊക്കെ നമ്മളിൽ ഇരിക്കുന്നത് കർത്താവ് പറയാ അതൊക്കെ പ്രയോജനമില്ലാത്തതാണ്.
പ്രയോജനമില്ലാത്തതെല്ലാം വെട്ടിക്കളയും കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് കായ്ക്കാത്ത കമ്പുകളെല്ലാം വെട്ടിമുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഫലമുള്ളവരായി മാറേണ്ടതിനാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരണം യിരെമ്യാവിന് കൊടുത്ത ദൈവിക വചനം തൊട്ടുകൊടുത്തെങ്കിൽ ഇന്ന് നമ്മുടെയും നാവിൽ തൊട്ടുതരുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന അഭിഷേകത്തിൽ നിർത്തുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം എൻ്റെ നാവിൽ വെച്ച, ഞങ്ങളുടെ നാവിൽ വെക്കുന്ന ഈ വചനത്തിന്റെ ശക്തിയിലൂടെ അനേകരെ നിന്റെ കൃപയിലേക്ക് അടുപ്പിക്കാൻ അഭിഷേകത്തിന്റെ മാരി കൃപ ഇന്നെല്ലാ മക്കളുടെ പേരും പകരുവാനിടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.